വചനം 12. വാക്കർത്ഥം. വഅന്ന ലനന്ന, നാം ധരിച്ചിരിക്കുന്നു എന്നും ഉറപ്പിച്ച് വിശ്വസിച്ചു എന്നും. അല്ലൻ നുഅ്ജിസ, നാം അസാധ്യപ്പെടുത്തുന്നതേയല്ലെന്ന്, നാം പരാജയപ്പെടുത്തുന്നതേയല്ലെന്ന്, നാം തോൽപ്പിക്കുന്നതേയല്ലെന്ന്. അല്ലാഹ, അല്ലാഹുവിനെ, ഫിൽ അർളി, ഭൂമിയിൽ, വലൻ നുഅ്ജിസഹു, നാം അവനെ പരാജയപ്പെടുത്തുന്നതേയല്ലെന്നും, ഹറബ, ഓടിപ്പോയിക്കൊണ്ട്. وَأَنَّا ظَنَنَّا أَن لَّن نُّعْجِزَ اللَّهَ فِي الْأَرْضِ وَلَن نُّعْجِزَهُ هَرَبًا. ഭൂമിയിൽ നാം അല്ലാഹുവിനെ അസാധ്യനാക്കി പരാജയപ്പെടുത്തുന്നതേയല്ലെന്നും ഓടിപ്പോയിക്കൊണ്ടും അവനെ നാം പരാജയപ്പെടുത്തുന്നതല്ലെന്നും നാം ഉറപ്പായി ധരിച്ചിരിക്കുന്നു എന്നും. വചനം 13. വാക്കർത്ഥം. വഅന്ന, നാം എന്നും ഞങ്ങൾ എന്നും, ലമ്മാ സമിഅന, ഞങ്ങൾ കേട്ട അവസരം, കേട്ടാറെ, അൽ ഹുദ, സന്മാർഗം, മാർഗദർശനം, ആമന്നാ ബിഹി, നാം അതിൽ വിശ്വസിച്ചു എന്നും. ഫമൻ യുഅ്മിൻ, എന്നാൽ ആർ വിശ്വസിക്കുന്നുവോ, ബിറബ്ബിഹി, തൻ്റെ റബ്ബിൽ, ഫലാ യഖാഫു, എന്നാൽ അവൻ ഭയപ്പെടുകയില്ല, പേടിക്കേണ്ടതില്ല, ബഖ്സൻ, ഛേദത്തെ, നഷ്ടപ്പെടുത്തലിനെ, വലാ റഹഖ, അക്രമത്തെയും ധിക്കാരവും ബാധയും വേണ്ടതില്ല. وَأَنَّا لَمَّا سَمِعْنَا الْهُدَىٰ آمَنَّا بِهِ فَمَن يُؤْمِن بِرَبِّهِ فَلَا يَخَافُ بَخْسًا وَلَا رَهَقًا. ഞങ്ങൾ സന്മാർഗം കേട്ട അവസരത്തിൽ തന്നെ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്നും, എന്നാൽ യാതൊരുവൻ തൻ്റെ റബ്ബിൽ വിശ്വസിക്കുന്നുവോ അവൻ നഷ്ടത്തെയാകട്ടെ അക്രമത്തെയാകട്ടെ ഭയപ്പെടേണ്ടി വരികയില്ല എന്നും. വചനം 14. വാക്കർത്ഥം. വഅന്ന, നാം എന്നും നാം ആകട്ടെ എന്നും, മിന്ന, നമ്മിലുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്, അൽ മുസ്ലിമൂന, കീഴൊതുങ്ങിയവർ, മുസ്ലിങ്ങൾ, വമിന്നൽ ഖാസിത്തൂന, നമ്മിലുണ്ട് അനീതി ചെയ്യുന്നവരും തെറ്റിയവരും. ഫമൻ അസ്ലമ, എന്നാൽ ആർ കീഴൊതുങ്ങിയോ മുസ്ലിമായോ, ഫഉലായിക, എന്നാൽ അക്കൂട്ടർ, തഹറൗ, അവർ ഗൗനിച്ചു, പരിഗണിച്ചു, റഷദ, നേർവഴി, തൻ്റേടം. وَأَنَّا مِنَّا الْمُسْلِمُونَ وَمِنَّا الْقَاسِطُونَ فَمَنْ أَسْلَمَ فَأُولَئِكَ تَحَرَّوْا رَشَدًا. നാം ആകട്ടെ അനുസരിച്ച് കീഴൊതുങ്ങുന്നവരും നമ്മിലുണ്ട്, അനീതി ചെയ്യുന്നവരും നമ്മിലുണ്ട് എന്നും. എന്നാൽ ആർ അനുസരിച്ച് കീഴൊതുങ്ങിയോ അക്കൂട്ടർ നേർമാർഗം ഗൗനിച്ചു എന്നും. വചനം 15. വാക്കർത്ഥം. വഅമ്മൽ ഖാസിത്തൂന, എന്നാൽ അനീതി ചെയ്യുന്നവരാകട്ടെ, ഫകാനു, അവരാകുന്നു, ആയിത്തീർന്നു, ലിജഹന്നമ, ജഹന്നമിന്, നരകത്തിന്, ഹത്വബ, വിറക്. وَأَمَّا الْقَاسِطُونَ فَكَانُوا لِجَهَنَّمَ حَطَبًا. അനീതി ചെയ്യുന്നവരാകട്ടെ അവർ നരകത്തിന് വിറകായിത്തീരുന്നതുമാണ് എന്നും പ്രസ്താവിച്ചു. വചനം 12 മുതൽ 15 വരെയുള്ളതിൻ്റെ വിശദീകരണം. നാം പിഴച്ച മാർഗം തുടരുകയാണെങ്കിൽ നമുക്ക് രക്ഷയില്ല, അല്ലാഹു നമ്മെ ശിക്ഷിക്കും, ഭൂമിയിൽ എവിടെ വെച്ചും അവന് നമ്മെ പിടികിട്ടും, നമുക്ക് ഓടി രക്ഷപ്പെടാനും സാധ്യമല്ല. നമ്മിലാകട്ടെ അല്ലാഹുവിനെ അനുസരിച്ചു ജീവിക്കുന്നവരും അല്ലാത്തവരും ഉൾക്കൊള്ളുന്നു.
അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുന്നവർക്ക് രക്ഷയുണ്ട്. അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല. അല്ലാത്തവർക്ക് നരകം തന്നെയാണ് ആധാരം. എന്നിങ്ങനെയുള്ള പല തത്വോപദേശങ്ങളാണ് അവർ അഥവാ ഖുർആൻ കേട്ട ജിന്നുകൾ തങ്ങളുടെ ജനതയ്ക്ക് നൽകുന്നത്. മനുഷ്യരിലെന്ന പോലെ തന്നെ ജിന്നുകളിലും സത്വൃത്തരും ദുർവൃത്തരും സത്യവിശ്വാസികളും അവിശ്വാസികളും ഉണ്ടെന്നും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് ജിന്നുകളും ബാധ്യസ്ഥരാണെന്നും മറ്റും ഈ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാം. സൂറത്തിൻ്റെ ആദ്യത്തെ വചനത്തിൽ ജിന്നുകളെക്കുറിച്ച് എന്നിട്ട് അവർ പറഞ്ഞു, ഫഖാലു എന്ന് പറഞ്ഞുവല്ലോ. അതിനെ തുടർന്ന് ഇതുവരെയുള്ള വചനങ്ങളിൽ കാണുന്നതെല്ലാം അവരുടെ പ്രസ്താവനയെ അള്ളാഹു ഉദ്ധരിച്ചതാകുന്നു. അവയുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാകുന്നതാണ്. ആ പ്രസ്താവന ഇതോടെ അവസാനിച്ചു. അടുത്ത വചനങ്ങൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ വഹിയിൽ ഉൾപ്പെട്ടതാകുന്നു. എന്നുവച്ചാൽ ജിന്നുകൾ ഖുർആൻ കേൾക്കുകയും അതിനെ തുടർന്ന് മേൽക്കണ്ട പ്രസ്താവനകൾ ചെയ്യുകയും ചെയ്ത വിവരവും അടുത്ത അഥവാ 16 മുതൽ 19 വരെയുള്ള വചനങ്ങളിലടങ്ങിയ കാര്യങ്ങളും വഹിയ മൂലം അറിയിക്കപ്പെട്ടിട്ടുള്ളതായി ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുവാൻ അള്ളാഹു നബിയോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് താൽപ്പര്യം. ഒരു കാര്യം ഓർമ്മയിലിരിക്കുന്നത് നന്നായിരിക്കും. അറബി ഭാഷയിൽ നാം, നമ്മൾ, ഞങ്ങൾ എന്നീ അർത്ഥങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് നഹ്നു, ന എന്നീ 2 സർവനാമങ്ങളും. വ്യത്യാസം സന്ദർഭം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്.